നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര MDMA കേസിൽ അറസ്റ്റിലായ മൂന്നാമത്തെ അധ്യാപികയെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പേരാമ്പ്ര BRCയിൽ അധ്യാപികയും ആവള കുട്ടോത്ത് സ്വദേശിനിയുമായ വലിയപറമ്പിൽ VP നീഷ്മയെയാണ് സർവീസിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിട്ടത്. സർവശിക്ഷ അഭിയാൻ അധികൃതരാണ് ലഹരി കേസിൽ ഉൾപ്പെട്ട പശ്ചാത്തലത്തിൽ നീഷ്മയെ പുറത്താക്കിക്കൊണ്ട് ഔദ്യോഗികമായി ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ നീഷ്മ അറസ്റ്റിലാകുന്നത്. ഇതോടെ ലഹരി വിൽപ്പനയിൽ പങ്കാളിയായ പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപിക കീർത്തന, ചെറുവള്ളൂർ സ്കൂളിലെ അധ്യാപിക കാവ്യ എന്നിവർക്ക് പുറമെ മൂന്നാമത്തെ അധ്യാപികയായ നീഷ്മയെയും സർക്കാർ സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അതിനിടെ കേസിൽ നിർണായകമായ മറ്റൊരു വിവരം പുറത്തുവന്നു. അറസ്റ്റിലായ അധ്യാപികമാരും പ്രധാന ലഹരി ശൃംഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഇരട്ടി സ്വദേശിയായ യുവാവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഫുഡ് ഡെലിവറി ബോയിയായി ജോലി ചെയ്തിരുന്നുവെന്ന ജിജിൻ കുര്യാക്കോസ് എന്നയാളാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള ജിജിൻ കുര്യാക്കോസിനെ പോലീസ് സംഘം നിലവിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കച്ചവടക്കാരും വാങ്ങലുകാരും തമ്മിൽ ലഹരി മരുന്ന് കൈമാറുന്നതിലും സാമ്പത്തിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഇയാൾ നിർണായക പങ്ക് വഹിച്ചിരുന്നതായാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന പരിശോധനകളിൽ നിന്നും ഏകദേശം 1 കോടിയിലധികം രൂപയുടെ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വമ്പൻ കണ്ണികളുള്ള അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ജനങ്ങളുടെ മുന്നിൽ സ്കൂളുകളിലും പൊതുവേദികളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ ഭാഗമായി നിന്നവരായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ ലഹരി മാഫിയയുടെ ഭാഗമായി മാറിയതെന്ന വിവരം നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായ കീർത്തനയുടെ കാവ്യയുടെയും മൊഴികളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും അടിസ്ഥാനത്തിലാണ് നീഷ്മയ്ക്ക് ലഹരി സംഘവുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. ദിവസങ്ങളോളം നിരീക്ഷണത്തിലാക്കിയ ശേഷം രാവിലെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം നീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ തങ്ങൾ നിരന്തരം MDMA ഉപയോഗിച്ചിരുന്നുവെന്നും സാമ്പത്തിക ലാഭത്തിനായി ലഹരി വിൽപ്പനയുടെ ഭാഗമായും നീഷ്മ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഈ അധ്യാപികമാർ മാഫിയ തലവന്മാരുമായി ബന്ധം സ്ഥാപിച്ചത്. ലഹരി വ്യാപാരമാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂവരും ഇതിൽ പങ്കാളികളായതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മംഗളൂരിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യം ലഹരി മരുന്ന് ഉപയോഗിക്കാൻ ആരംഭിച്ചത്. പിന്നീട് ഇതിന്റെ കടുത്ത അടിമകളായി മാറിയതോടെ കൂടുതൽ പണം കണ്ടെത്താനായി വിൽപ്പനക്കാരുമായി ആയിരുന്നു ഇവർ. അധ്യാപികമാർ ആയതിനാൽ പോലീസിന് പെട്ടെന്ന് സംശയം തോന്നില്ല എന്ന കാര്യം ലഹരി മാഫിയ പരമാവധി മുതലെടുക്കുകയായിരുന്നുവെന്നും വ്യക്തം. ആവശ്യക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാതെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഡിജിറ്റലായി പണം കൈപ്പറ്റിയ ശേഷമാണ് ഇവർ ലഹരി കൈമാറിയിരുന്നത്. പണം അക്കൗണ്ടിലെത്തിയ വിവരം സ്ഥിരീകരിച്ചാൽ മാത്രം ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും തുടർന്ന് ഏജന്റുമാർ ലഹരി എത്തിച്ചു നൽകുകയുമായിരുന്നു ഇവരുടെ രീതി. കേസിൽ പിടിയിലായവർക്ക് പുറമെ ഇനിയും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവരെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോഴിക്കോട് റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസിന്റെ വിപുലമായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്.